ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. ഐ മിയ കമ്മിങ്. ഫ്രണ്ട്സ്, സ്റ്റോറി ഒക്കെ പോവാം. ഞാൻ എല്ലാ റെക്കോർഡിലും ഞാൻ എൻ്റെ പേരൊന്നും പറഞ്ഞില്ല. കുറച്ച് റെക്കോർഡിൽ ഞാൻ കുറച്ച് റെക്കോർഡിൽ ഞാൻ നെയിം പറഞ്ഞു, ബാക്കിയുള്ള ഞാൻ പറഞ്ഞില്ല. ഞാൻ മിയ, നിങ്ങൾ റൈറ്റ്. ഓക്കെ, നമ്മൾ സ്റ്റോറിയുടെ പോവാം. ആ ആ പ്രിയ, അർജുൻ, കിട്ടിയോ? പാക്കപ്പ് ചെയ്തോ? പാക്കപ്പ് ചെയ്തോടി, ഞാൻ പോയിട്ട് വരാം. നീ വിഷമിക്കണ്ട. ചേട്ടന് എനിക്ക് എപ്പോഴും സപ്പോർട്ട് ഉണ്ടാകും, മനസ്സിലായോ? എൻ്റെ ചെല്ലക്കുട്ടിക്ക്. അങ്ങനെ ചേട്ടൻ അവിടെ നിന്ന് പോയി. അർജുൻ, അമ്മ ഞാൻ പോയിട്ട് വരാം. അർജുൻ ഇപ്പോൾ പോകണം. അമ്മ പ്ലീസ് അമ്മ, ലേറ്റ് ആക്കണ്ട. അർജുൻ അവിടുന്ന് ഫ്ലൈറ്റിൽ കയറാൻ അർജുൻ പോവായിരുന്നു. അർജുന് ഫ്രണ്ടും കൂടെ ആയിരുന്നു. ഇതെന്തടാ? ഇത് ഗിഫ്റ്റടാ. അർജുൻ സന്തോഷമായി അനിയത്തിക്ക് ഗിഫ്റ്റ് അനിയത്തി തന്ന ഗിഫ്റ്റ് എടുത്തോണ്ട് സൂക്ഷിച്ചിട്ട് കൊറിയനക്ക് പോകുന്ന ഡൽഹിക്ക് പോയി. ഡൽഹിയിൽ കുറച്ച് നാൾ കഴിഞ്ഞ് അവിടെ താമസിച്ച ശേഷം കൊറിയക്ക് പോകുന്ന ഫ്ലൈറ്റിൽ കുറച്ച് നേരത്തെ കൊറിയക്ക് വന്ന് ഫ്ലൈറ്റിൽ കയറി കൊറിയക്ക് വന്നെത്തി. അർജുൻ പറയാൻ തുടങ്ങി, വാവ്, പ്ലേസ് നല്ല സൂപ്പറായിട്ടുണ്ടല്ലേടാ. അതേടാ അർജുൻ. എന്താടാ മച്ചാ, ഫോട്ടോ എങ്ങനെ ഉണ്ടാ? അതൊന്നും പറയാൻ പറ്റില്ല മച്ചാ. എൻ്റെ അനിയത്തി റെഡി ചെയ്ത പെയിൻറ്റിങ്സ് ആണെടാ. എൻ്റെ അനിയത്തി ഡ്രോയിങ് കളിക്കും. ഡ്രോയിങ് കളിക്കും. എനിക്ക് ഡ്രോയിങ് ഭയങ്കര ഇഷ്ടമാണ്. അതുമാത്രമല്ല, അവർ ഡ്രോയിങ് കളിച്ചിരുന്നു. ഡ്രോയിങ് ഫോട്ടോ എനിക്ക് കാട്ടാൻ പറ്റുമോ? കാട്ടതാ. വാവ് മച്ചാ, സൂപ്പർടാ. അതെ, ഇഷ്ടപ്പെട്ടു. എടാ, ഇത് ഏർപ്പെട്ടു. ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. ഇവിടെ കള്ളമർ ഉണ്ടായ പോയിടാ. നമുക്ക് പോവാം. അങ്ങനെ അർജുൻ അവിടുന്ന് നല്ല കൂളായിട്ട് അങ്ങനെ ഇറങ്ങി സ്റ്റൈലായിട്ട് നടന്ന് അങ്ങനെ പോകാൻ തുടങ്ങിയാണ് അർജുൻ. കുറേ ഗേൾസല്ലേ അർജുൻ നോക്ക് ജൊല്ലി വിട്ടായിരുന്നു. വാവ്, ഐ വാൻസം, ഏത് കൺട്രി അറിയില്ല. അതിലൊരു ഗേൾ പറയുന്നത് ഏതോ ഇന്ത്യ തോന്നുന്നു. അങ്ങനെയായിട്ട് എല്ലാ ഗേൾസായി ഫോറിൻ ബോയ് ആണോ, ക്യൂട്ടായിട്ടുണ്ട് അങ്ങനെ പറഞ്ഞവർ പോകാൻ തുടങ്ങി. ഗേൾസ് അല്ല, അവരുടെ ലാംഗ്വേജിലും. അർജുൻ സ്മൈൽ ചെയ്തായിരുന്നു. അർജുൻ പറഞ്ഞിട്ട്, എന്നടാ ഗേൾസ് എങ്ങനെ പറയുന്നത് ശരിക്കുന്നതാ? ഇല്ലടാ, ഗേൾസ് നല്ല ഫ്ലൈറ്റ് ചെയ്യുന്നില്ലേ. അങ്ങനെ അർജുന് ഫ്രണ്ട് പറയാൻ തുടങ്ങി. അതേടാ. അങ്ങനെ അവരുടെ ഹോട്ടൽ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഫുഡ് എല്ലാം എൻജോയ് തുടങ്ങി. അങ്ങനെ ഉള്ള പ്ലേസ് കണ്ടുപിടിച്ചു. അങ്ങനെ വീക്ക് ഗിഫ്റ്റ് സർ ഡെലിവറി സർ. അങ്ങനെ വീൻ്റെ ഹോട്ടൽസ് സെക്രട്ടറിക്ക് വന്നു. അങ്ങനെ അങ്ങനെയായിട്ട് ഗിഫ്റ്റ് ഒരാളോട് പറഞ്ഞ് അയച്ച് വീൻ്റെ കണ്ടുപിടിച്ച് അങ്ങനെ പ്ലേസ് പറഞ്ഞ വീക്ക് ഗസ്റ്റ് അങ്ങനെയായിട്ട് അവിടെ ഗിഫ്റ്റായിട്ട് വന്നു. സർ, അങ്ങനെയായിട്ട് അവിടുത്തെ വീൻ്റെ കമ്പനി ചെയ്യുന്ന പ്ലേസ് സാർ, എനിക്ക് വീക്ക് ഗിഫ്റ്റ് നിങ്ങൾ കൊടുത്തു എന്ന് ഒരാളോട് കൊടുത്തു. അങ്ങനെയായിട്ട് അവിടുത്തെ ഒരു വീൻ്റെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അവിടെ ഒരു ബോയ് വന്നു, വീക്ക് സാർക്ക് ഗിഫ്റ്റാണ്. ശരി, ഓക്കെ. എന്നാൽ സെക്യൂരിറ്റി പോയിട്ട് സാർ, ഭയങ്കര ഡാൻസ് ഭയങ്കര ബിസി ആയിരുന്നു. എന്ത് പറ്റി ബോസ്, നിങ്ങൾക്ക് ഗിഫ്റ്റ്. ശരി, ഓക്കെ, ഗിഫ്റ്റ് അവിടെ വെച്ചോ. ശരി, വീക്ക് ഗിഫ്റ്റായിരുന്നു ഒരു ബാഗിൽ. അങ്ങനെ ഒരു ബാഗ് അതില്ല ഗിഫ്റ്റു. ശരി, ഓക്കെ. ഭയങ്കര ഡാൻസ് ഭയങ്കര ഷൂട്ടിങ് ഡാൻസിലുണ്ട്. വീക്ക് കുറച്ച് ടയർഡായി. ശരിടാ, ജങ്ക് കുറേ ഞാൻ ഗിഫ്റ്റ് നോക്കാം. പറയുന്നതാണ്, നിൽക്കടാ ഞാൻ വരുന്നു. തണ്ണി കുടിച്ച് തട്ടത്ത് ഒത്തിയതിന് ശേഷം എന്താ ഗിഫ്റ്റ് തുറന്ന് നോക്കുമ്പോൾ ഒരു ഗിഫ്റ്റ് ബോക്സ് ആയിരുന്നു. എന്താടാ ഇത് ഗിഫ്റ്റ്? പറഞ്ഞു, എപ്പോഴൊന്നും എടുക്കണ്ട, ആർമി ആജറും ഉണ്ടാവും. എന്ത് ഗിഫ്റ്റ്? ഇപ്പോൾ ഒന്ന് തൊടാണ്ട, ഞാൻ വീട്ടിൽ പോയിട്ട് നോക്കാം. അങ്ങനെ പറഞ്ഞു. അങ്ങനെ മാനേജർ കേട്ടു, സെക്യൂരിറ്റി സാർ, ഇത് കളിയാണോ? വേണ്ട, ഇതിൻ്റെ അകത്ത് എന്താണ് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അടുത്ത ദിവസം ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഡിസൈൻ. ശരി, ഓക്കെ, ഇന്ന് ഞാൻ കണ്ടിട്ട് പോയി നോക്കാം. അങ്ങനെ അവിടെ വെച്ച ഇങ്ങനെ ഡാൻസ് ബിസി ആയിരുന്നു. അങ്ങനെ നൈറ്റായി. വീട്ടിലേക്ക് വന്നു, കുളിച്ച് ഫ്രഷായിട്ട് വന്നു, ഡിന്നറെല്ലാം കഴിച്ച് വന്ന് ആ പാക്കപ്പ് ഓൺ ചെയ്യാൻ തുടങ്ങി. അകത്ത് നോക്കുക, ഒരു പെയിൻറ്റിങ് ആണ്. ബൈൻഡിങ് നോക്കി വീക്ക് ഫ്ലാറ്റായി പോയി. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ. അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. ജങ്കുക്ക് വന്നു. അങ്ങനെ ബാക്കി 6 മെമ്പേഴ്സ് വന്നു. നോക്കുന്നു, എന്താടാ ഇത്? ആരും പറഞ്ഞു, വാവ്, നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. അതേടാ. അങ്ങനെ നോക്കി. ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. ബാക്കി മെമ്പേഴ്സ് പറഞ്ഞു, വാവ്, നല്ലോണ്ട്. പറയാൻ തുടങ്ങി, ഈ ഫോട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി. അങ്ങനെ അവിടെ ഫോട്ടോയൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചു. വീട്ടിൽ അകത്ത് നല്ല ഭംഗിയായിട്ട് വെച്ചാണ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ജങ്കുക്ക് പറഞ്ഞ, എന്താടാ ഒരു ലെറ്റർ, അത് നിങ്ങൾ ഒന്ന് വായിക്കണം. ഞാൻ തന്നെ വായിക്കാം. ഒരു കുട്ടി ബോക്സിൽ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു.
വി നോക്കുമ്പോൾ ഒരു മാല ഉണ്ടായിരുന്നു. പിന്നെ മാല നന്നായിട്ടുണ്ടായിരുന്നു. ഒരു ബ്രേസ്ലെറ്റ് അതും ഉണ്ടായിരുന്നു വീക്ക്. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ. അതും വീക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. നല്ല ഭംഗിയുണ്ടായിരുന്നു. വീ പറഞ്ഞു ഇത് എനിക്ക് വേണം. ഇല്ലടാ എനിക്കത്. അതിനായിട്ടും നല്ല വൈറ്റായിട്ട് നല്ല മിന്നുന്നായിരുന്നു. വീക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വി അങ്ങനെയായിട്ട് ഒരു പാർട്ടി വി പോവായിരുന്നു ഷൂട്ടിങ്സ്. ഇങ്ങനെ വി പറയാൻ ഇങ്ങനെ പാട്ട് ഡാൻസ് ഉണ്ടായിരുന്നു വീൻ്റെ. ആ ഡാൻസിക്ക് അത് യൂസ് ചെയ്യാൻ തുടങ്ങി. നല്ല മിന്നായിരുന്നു, ഡയമണ്ടുമായിട്ട് മിന്നായിരുന്നു. വീടെ നല്ല പാട്ട് ഡാൻസ് റിലീസായി. അങ്ങനെ പാട്ട് ഡാൻസ് റിലീസായി. പാട്ട് ഡാൻസിൽ റിലീസായി. വീക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി ആയിരുന്നു. ആ വെസ്ലായിട്ട് നല്ല ഭംഗിയായിട്ടായിരുന്നു. ഇങ്ങനെ വീഡിയോ ഇതെല്ലാം കണ്ടായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ ഇങ്ങനെ വീഡിയോ നോക്കിയായിരുന്നു. ഹീറോയിൻ ശരി ഓക്കെ വീഡിയോ നോക്കായിരുന്നു. എങ്ങനെ വീഡിയോ ഒരു ഡാൻസ് കളിക്കുന്നത് നോക്കാൻ ഇൻട്രസ്റ്റിൽ നോക്കുമായിരുന്നു. അങ്ങനെ വീൻ്റെ കയ്യിൽ വെസ്ലെറ്റ് കണ്ടു, നെക്ലേസ് കണ്ടു. ഇത് കണ്ടിട്ട് ചേട്ടനക്ക് ഷോക്കായി പോയി. ആ പ്രിയ, എന്ത് ചേട്ടാ ഇങ്ങോട്ട് വാടി, ഇവിടെ നോക്കൂ, വീൻ്റെ കയ്യിൽ നോക്കൂ, നീ കൊടുത്ത ഗിഫ്റ്റ്. ഇത് കണ്ട് ഹീറോയ്ക്ക് ഷോക്കായി പോയി. ചേട്ടാ ഇത് നീ കൊടുത്തതാണ്. വാവ് ചേട്ടാ, താങ്ക് യു ചേട്ടാ. എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയ ഗിഫ്റ്റ്? താങ്ക് യു ചേട്ടാ. ശരി വീക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടും ഞാൻ പറഞ്ഞിട്ടില്ലേ. താങ്ക്സ് ചേട്ടാ. അത് ചേട്ടനുണ്ട്, ഹീറോയിൻ്റെ ചേട്ടനും ഒരു നെക്ലേസ് ജോൾസ് എല്ലാം ഉണ്ടാക്കും ഡിസൈൻ വെച്ച്. അത് ഹീറോയിൻ കേട്ടെ കൊണ്ട് ചേട്ടൻ ഗിഫ്റ്റ് ചെയ്തായിരുന്നു. അങ്ങനെ മാത്രം താങ്ക് യു ചേട്ടാ. ശരി മാ. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ അവിടെ നിന്ന് പോയി. അങ്ങനെ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മച്ചി ഞാൻ ചെയ്ത ഗിഫ്റ്റ് വീക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മച്ചി. ശരി നീ ടെൻഷൻ ആക്കണ്ട. അങ്ങനെ ഹീറോയി ഭയങ്കര ഹാപ്പി ആയിട്ട് ജോളിയായിട്ട് കോളേജിൽ പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ചേട്ടൻ ഹിന്ദിയൊക്കെ വന്നായിരുന്നു. കൊറിയയിൽ ട്രിപ്പ് എൻജോയ് ചെയ്തായിരുന്നു. അപ്പം വീട്ടിലിപ്പോൾ എടാ മോനെ, എന്ത് പറ്റമ്മ, എടാ നമുക്ക് ഷോപ്പിംഗ് പോടാ. ഓക്കേടാ ഷോപ്പിംഗ് പോവാം. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ ഷോപ്പിംഗ് ചെയ്യാൻ പോകുന്നു.